നാളായിട്ടേ ഞാനും ഇങ്ങനെ ആഗ്രഹിക്കുക തയ്ക്കുന്ന സമയത്തൊക്കെ വലിയ പ്രൊഫഷണൽ ടൈലേഴ്സ് ഒക്കെ ഇങ്ങനത്തെ ഈ എൽ സ്കെയിൽ അല്ലെങ്കിൽ എൽ സ്ക്വയർ എന്നാ ശരിക്കും ഇതിന്റെ പേര് ഇതൊക്കെ വെച്ച് തയ്ക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു പൂതി. ഞാൻ ഇത്രയും കാലം ഇത് ഉപയോഗിക്കും. ഇതൊന്നും വേണം നിർബന്ധമില്ല, പക്ഷെ എല്ലാരും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ഒരു മോഹം. ഇത് എന്നാ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത്? നമ്മുടെ ഇങ്ങനെ തുണിയിൽ നമ്മള് ലെവൽ ചെയ്യത്തില്ലേ, നമ്മൾ ലെവൽ ചെയ്യാൻ ഒരു സ്കെയിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലെവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ മാത്രം ലെവൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഇതോടെ ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു തുണിയുടെ തുടക്കവും ഒക്കെ നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് പറ്റുന്ന ലെവൽ ചെയ്യുന്ന സാധനമാണ്. സാധാരണ സ്കെയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ലെവൽ ചെയ്യാം, പക്ഷെ ഇതിലുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യാം. അത് ഞാനിനി നിങ്ങളെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി, പിന്നെ ഒരു സൂത്രം കൂടെ വാങ്ങി. നമ്മുടെ സ്ലീവ് വെട്ടുന്നത് ഇപ്പൊ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ പലരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് മേക്കിംഗ്, നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നതും സ്ലീവ് വെട്ടുന്നതും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതിനുള്ള സ്ലീവിന്റെ ഡിസൈനാണിത്. നമ്മുടെ സ്ലീവിന്റെ ആം ഹോൾ കറക്റ്റായിട്ട് നമ്മൾ വെട്ടി, ആം ഹോൾ അല്ല സ്ലീവിന്റെ പാറ്റേൺ വെട്ടിയെടുക്കുന്ന ഉപകരണമാണ് ഇത്. ഇത് 50 രൂപയാണ്. അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഐറ്റം കൂടെ വാങ്ങിച്ചേ. നമുക്കെല്ലാം തലവേദനയുള്ള ഒരു സാധനം അല്ലേ. നമുക്ക് നൂലിടുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ പ്രോബ്ലം അല്ലേ. നമുക്ക് എല്ലാവർക്കും നൂല് ഒത്തിരി സൂക്ഷിക്കാനുള്ളപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നൂലൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു. ഇഷ്ടംപോലെ നൂല് വെക്കാം. നമ്മുടെ ഒരു തയ്യൽക്കാരുടെ വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ നൂല് കൊണ്ട് ഇവിടെ കൊണ്ട് സ്ഥാപിക്കുന്നുള്ളത്. എല്ലാവർക്കും കാണും ഓരോ സംവിധാനങ്ങൾ. ഇവരെ എല്ലാം പറക്കി ഒരേപോലെ ഇങ്ങനെ അടുക്കാൻ എനിക്ക് രണ്ടില്ലേ അടുക്കി നമുക്ക് റെഡ് കളറുകളുമായി ബന്ധപ്പെട്ടവരെ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭിത്തിയിൽ നമുക്ക് തൂക്കിയിട്ടാൽ മതി. കിട്ടിയ കുറച്ച് നൂലൊക്കെ എടുത്തിട്ടു. പക്ഷെ അത്ര കളർ അനുസരിച്ചല്ല അടുക്കിയത്, വെറുതെ ഇഷ്ടംപോലെ കൊള്ളും കേട്ടോ. നല്ല ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടോ?